ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അധികം ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഈ റെസിപ്പി. നമ്മളിന്ന് ക്യാബേജ് ചിക്കൻ റോളാണ് ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, നമ്മൾ ഫ്രൈ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ മോമോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മോമോസിൽ നമ്മൾ മൈദയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് അത്ര ഹെൽത്തി ഒന്നുമല്ല. അപ്പോൾ മൈദയൊന്നും യൂസ് ചെയ്യാതെ, മാവൊന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളി മോമോ ടേസ്റ്റിലാണ് ഈ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാം ചിക്കൻ മിക്സ് ചെയ്തതാണ്. ഇത് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല പൊടിയായിട്ട് വേണ്ട അരിയാനായിട്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ചേർക്കാൻ പോകുന്നത് സോയ സോസാണ്. ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഇത് മോമോസിലെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതൊരു 1 ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒന്ന് ഓർക്കണം, സോയ സോസിനകത്ത് കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ മുളക് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ക്യാബേജ് ആണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു കടഭാഗം ഉണ്ടല്ലോ, അത് ആ ഒരു ഹാർഡ് പോർഷൻ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ ഓരോ ഇലയായിട്ട് ഇങ്ങനെ വേർപെടുത്തി എടുക്കണം. അതേപോലെ ആ കട്ടായി പോയിട്ട് ഞാൻ കളയുന്നില്ല കേട്ടോ. അത് വേറൊരു ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. ഇതങ്ങനെ പൊട്ടിപ്പോകാതെ കിട്ടുന്നതാണ് നമ്മൾ റോൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടിപ്പോകാതെ നല്ല സൂക്ഷിച്ച് തന്നെ അത് അടർത്തി മാറ്റുക. തീരെ ചെറിയ ക്യാബേജ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ക്യാബേജ് ആണെങ്കിലും ഓക്കെ ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇത് മൊത്തമായിട്ട് അടർത്തി മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലകളൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഇലകളുണ്ടല്ലോ ക്യാബേജിൻ്റെ, അതെല്ലാം ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കാം. അപ്പോൾ അത് 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിവിടെ മൂടി തുറക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ ഇലകളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്യാബേജിൻ്റെ ഇലകളൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മുകളിൽ നോക്കി തന്നെ നമ്മുടെ വിരലടിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു ക്യാബേജിൻ്റെ ഇല എടുക്കാം. അതിലേക്ക് നമ്മളുടെ ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, മിക്സ് കുറച്ച് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതായത് ആ കടഭാഗത്ത്. എന്നിട്ട് ഒന്ന് റോൾ ചെയ്യുക. ഒന്ന് റോൾ ചെയ്തതിന് ശേഷം സൈഡിൽ നിന്ന് ഒന്ന് ഇങ്ങനെ ഇതുപോലെ മടക്കി വയ്ക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് വീണ്ടും ഫോൾഡ് ചെയ്യുക. മൊത്തത്തിൽ ഫോൾഡ് ചെയ്താൽ നമ്മുടെ ചിക്കൻ്റെ റോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന ക്യാബേജ് ലീഫിലും ചിക്കൻ ഫില്ല് ചെയ്യുക. എന്നിട്ട് റോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല എളുപ്പമായിട്ട് ഇത് റോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് റോൾ ചെയ്തിട്ട് വരാം. നെക്സ്റ്റ് ഇനി നമുക്ക് ഈ ചിക്കൻ റോളെല്ലാം സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റീമറിലേക്ക് നമുക്ക് കുറച്ച് ക്യാബേജിൻ്റെ ഇലകൾ, അത് പച്ച ഇലയായാലും കുഴപ്പമില്ല കേട്ടോ, വേവിക്കണമെന്നില്ല, ഇലകൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്യാബേജ് ചിക്കൻ റോൾ ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ആവി കയറ്റിയെടുക്കാം. 15 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അതവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്ന് നല്ലൊരു മോമോസിൻ്റെ ആ ഒരു സ്മെല്ല് വരും കേട്ടോ. കറക്റ്റായിട്ട് ആ സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ റോൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇത് കഴിക്കാം കേട്ടോ. ഇഷ്ടമുള്ള സോസ് കൂട്ടിയിട്ട് കഴിക്കാം. ഞാൻ പക്ഷേ ഒന്നും കൂടെ ഒന്ന് ഇതിനെ ടേസ്റ്റി ആക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ 2 സൈഡും ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി എടുക്കാം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ദോശക്കല്ല് വെക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു ക്യാബേജ് ചിക്കൻ റോള്, ആവി കയറ്റിയിട്ടുള്ള ആ ചിക്കൻ റോൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടെ എണ്ണ തൂവി കൊടുക്കുക കേട്ടോ. ഇതൊരു 2 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും റെഡിയാവും. എന്താ കണ്ടില്ലേ, ഇച്ചിരി ഞാൻ വൈകിപ്പോയി, കുറച്ച് മുന്നേ മറിച്ചിടേണ്ടതായിരുന്നു. ചെറിയൊരു നിറം മാറി കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ മറ്റേ സൈഡ് ഓക്കെ ഉണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇത് കണ്ടോ, ഇതേപോലെ ചെറിയൊരു ലൈറ്റ് കളർ വന്നാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.